السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോഴേ മാലിക് യൗമിദ്ദീൻ എന്ന് ധീ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് വരുന്ന ഒരു ശൈലി ഉണ്ടാവരുത്. നമ്മൾ മലയാളത്തിൽ ചില ദാകൾ പറയുമ്പോൾ അങ്ങനെ കാറ്റ് വരും. മധുരം, രഥം എന്നൊക്കെ പറയുമ്പോൾ വിവിധങ്ങളായ ദാകളുണ്ട്. ആ ദാകൾ പറയുന്നത് പോലെയുള്ളൊരു ശൈലി, അതെ, യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതുപോലുള്ളൊരു ശൈലി നമ്മളെ അറബിയിൽ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ഷദ്ദുള്ള ദാ പറയുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. മാലികി യൗമിദ്ദീൻ, യൗമിദ്ദീൻ, യൗമിദ്ദീൻ ഉണ്ടോ? പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറയുമ്പോഴേ അലൈഹിം എന്നാക്കരുത്. അലൈ കഴിഞ്ഞിട്ട് ഹിം കസറായ ഹാ പറഞ്ഞാൽ മതി. അത് പിന്നെ അത് ഹൽക്കൊണ്ടാണല്ലോ പറയാ, ഹൽക്കിന്റെ ഏറ്റവും താഴെ അറ്റത്തുനിന്ന്. ആ ഹാ പറയുമ്പോ നമ്മളെ വായിൽ വെച്ചിട്ട് ഒരു അരസല് അലൈഹിം, അലൈഹിം അങ്ങനെ വരരുത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഉണ്ടോ? അലൈഹിം എന്നാണ്, അലൈഹിം എന്ന് വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അടുത്ത ആളോ മതി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. ഉസ്താദ്, എനിക്കൊരു സംശയം കൂടി ഉണ്ട്. ഇവിടെ ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം മാലിക് യൗമിദ്ദീൻ എന്നുള്ളതിന്റെ മാലിക് യൗമിദ്ദീൻ എന്ന് കുറെ നീട്ടും. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് ഇയ്യാക്കിന്റെ അവിടെ നീട്ടുക. അതുപോലെ സാധാരണ നമ്മൾ നീട്ടാത്ത 2 ഹർക്കത്തിന്റെ ഖദർ മാത്രം നീട്ടേണ്ട സ്ഥലത്തൊക്കെ 4ഉം 5ഉം ഹർക്കത്തിന്റെ ഖദർ നീട്ടാറുണ്ട് ഇടക്ക്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സിഹത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള തെറ്റാണോ അത്, അതല്ല അത് പ്രശ്നമല്ലേ എന്നൊന്ന് പറഞ്ഞാലും. മൈക്ക് ഫ്രീ.
അബൂസിനു ആണ് ഈ ഓതിയത്. അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. അർത്ഥവ്യതിയാനം സംഭവിക്കുന്ന രൂപത്തിലുള്ള നീട്ടലുകൾ ഇനി എന്തായാലും പാടില്ല. ശറഇൽ തെറ്റായ ഹറാമായ നീട്ടൽ, അസ്ലിയായ മദ് അതൊക്കെ തെറ്റാണ്. അത് അർത്ഥവ്യതിയാനം ഉണ്ടാകുന്ന രൂപത്തിലാകുമ്പോൾ അത് നിസ്കാരത്തിന്റെ സുഹത്തിനെയും ബാധിക്കും. ഏതായാലും ചെയ്യുന്നത് ഹറാമാണ്. അത്തരം ആൾക്കാരുടെ കൂടെ തുടർന്ന് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. കഴിയുമെങ്കിൽ അത്തരം ആൾക്കാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവരെ തിരുത്താൻ തയ്യാറാവും. എത്ര വിവരമുള്ള ആൾക്കാരാണെങ്കിലും ഒരു പക്ഷെ ഫാത്തിഹയിലൊക്കെ ചിലപ്പോൾ അശ്രദ്ധ കാരണം അതിലേക്ക് പിന്നെ ഒരു തനബ്ബുഹില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ചിലപ്പോൾ നീട്ടിപ്പോവും. അത് അവരുടെ വിവരക്കുറവായിരിക്കണമെന്നില്ല. അതൊക്കെ അത്തരം കൂടുതൽ ഖിറാഅത്തിന്റെ മേഖലയിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർ, ഇത്രയും ഇമാമത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ പിഴവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടും അവർ തിരുത്താൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അവരോട് തുടർന്ന് നിസ്കരിക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്കെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ആളോതി. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم. വഅലൈക്കും അസ്സലാം. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ അങ്ങനെ ഒരു ശൈലിയിലാണ് കരീമക്ക് ഓതുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്, ശൈലിനെ പറയല്ല. പക്ഷെ ആ ശൈലി കേൾക്കുമ്പോ കാഫ് യാന്റെ കൂടെ ആണോ എന്ന് തോന്നിപ്പോകുന്നൊരു ശൈലി. മാലികി യൗമിദ്ദീൻ അങ്ങനല്ല, മാലിക്കിന്റെ കാഫ് മാലിക്കി എന്നതിൽ ഇങ്ങോട്ട് തന്നെ കൂടണം. അത് സാമ്യങ്ങൾക്ക് നമ്മളെ ഓതുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സാമ്യന് ബോധ്യപ്പെടണം, അത് അങ്ങനെ തിരിയണം. മാലികി യൗമിദ്ദീൻ അങ്ങനെയാണ്. മാലികി യൗമിദ്ദീൻ എന്ന് കരുതിയിട്ട് മാലിക്കിന്റെയും യൗമിദ്ദീന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഒന്നും വേണമെന്നില്ല. മാലികി യൗമിദ്ദീൻ, ഇവിടെ ആ കാഫുമേലുള്ള ഒരു ഊന്നലോട്ടാണ് അങ്ങനെ വരുന്നത്. മാലികി യൗമിദ്ദീൻ എന്ന് ആക്കാതെ മാലികി യൗമിദ്ദീൻ. അതേപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവിടെ പിന്നെ ഇയ്യാക്കന്റെയും രണ്ട് ഇയ്യാക്കന്റെയും അവിടെ ഒരു സ്പീഡ് എടുക്കുന്ന ശൈലിയുണ്ട്. വേണ്ട, അന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക ഒരു കലിമത്താണ്, നഅ്ബുദു അടുത്ത കലിമത്താണ്, വ ഇയ്യാക അടുത്ത കലിമത്താണ്, നസ്തഈൻ അടുത്ത നാലാമത്തെ ഒരു കലിമത്താണ് എന്നൊരു ബോധം നമ്മളെ മനസ്സിലുണ്ടായതുകൊണ്ട് ഓതി അത് കറക്റ്റ് ആവും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെയും ഞാനത് പറയുന്നത് കൊണ്ട് ഇയ്യാക കഴിഞ്ഞൊരു അവിടെ ഒരു വിടവ്, പിന്നെ അടുത്ത ഇയ്യാക അവിടെ ഒരു വിടവ്, അങ്ങനെ സക്കത്തുണ്ടായി പോകുന്ന ശൈലി ഉണ്ടാവും ചെയ്യരുത്.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നെ ആമീൻ പറയുമ്പോൾ ഇന്നാള് ഞാൻ പറഞ്ഞിരുന്നു, ആമീൻ മീയാണ്. അതേപോലെ മീമിന് ശബ്ദ ആമീൻ എന്നുള്ള ശൈലി ഒഴിവാക്കുന്നതാ നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കും എല്ലാവർക്കും ഈ രംഗത്ത് നല്ല പുരോഗതി അള്ളാഹു ഇനിയും തരട്ടെ. കൂടുതൽ അധ്വാനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളിൽ നല്ലൊരു സമയം ഖുർആൻ അത് ക്ലിയർ ചെയ്യാൻ അള്ളാഹു കൂടുതൽ സമയം ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി നമ്മൾ സൂറത്തേക്ക് കിടക്കല്ലേ, രണ്ടോളം നീങ്ങുന്നത് സൂറത്ത് കിടക്കും കേട്ടോ. അടുത്ത സൂറത്ത് മാഊനാണോ സംശയം? അങ്ങനെയായിരുന്നു അപ്പൊ പറഞ്ഞിരുന്ന, ഞാൻ ചോദിച്ചിരുന്നു മാഊനാണല്ലേ, ഞാൻ വീണ്ടും മറന്നു. എന്നാ നോക്കിക്കോളി. ഇനി ഇപ്പൊ ദിവസങ്ങളൊന്നും കൂടുതലില്ല, നോമ്പിങ്ങെത്തി, ശഅബാൻ പകുതിയും കഴിഞ്ഞു. ഇനിയിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ദിവസമായിട്ട് തീർന്നു പോവും. ഇനി റമളാൻ മാസം കാണുന്നിടത്ത് എത്തുമ്പോൾ നമ്മളെ കൊണരുക, അതുവരെ അങ്ങനെ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് നമ്മളെ ആയുസ്സൊക്കെ നീട്ടിത്തരട്ടെ. റമളാനിന്റെ പുണ്യങ്ങളൊക്കെ വാരിക്കൂട്ടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ മഹത്തായ മാസത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. നോക്കിക്കോളി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين
الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഇവിടെ അറഅയ്ത എന്നല്ല റഅയ്ത എന്ന കലിമത്തിന്റെ മുമ്പ് ഇസ്തിഫ്ഹാമിന്റെ ഹംസ കടന്നതാണല്ലോ. അപ്പൊ അറഅയ്ത അറഅയ്തല്ലദീ യുകദ്ദിബു എന്ന് പറയുമ്പോൾ യുകദ്ദിബുവിന്റെ ദാല് ശരിക്ക് നാവിന്റെ തലപ്പ് മേലെ മുമ്പലിന്റെ താഴെ തലക്ക് തട്ടിയിട്ട് ദ എന്ന അക്ഷരം ശരിക്ക് ക്ലിയറായി പറയണം. യുകദ്ദിബു അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മാലിക് യൗമിദ്ദീനിൽ പറഞ്ഞതുപോലെ ബിദ്ദീൻ എന്ന് പറയുമ്പോ ബിദ്ദീൻ എന്ന് കാറ്റ് അവിടെ ഒരു വെടി പൊട്ടിക്കരുത്. ബിദ്ദീൻ 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 ണ്ടാ الذي يكذب بالدين فذلك الذي ണ്ടാ അവിടെ രണ്ടും ദാലാണ്. ദാല് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ പറയണം. فذلك الذي يدعو اليتيم يدعو يدعو ആ അയിന് ഷദ് ഉണ്ട്. ആ ഷദ് പോയി പോകാൻ പാടില്ല. ഷദ് ശ്രദ്ധിക്കാതിരിക്കുമ്പോ ഷദ് പോവും. അപ്പൊ ഫദാലികല്ലദീ യദ്ഉൽ യതീം എന്നാണ് സാമി കേൾക്കുക. അപ്പോ ദീനിനെ കളവാക്കുന്നവൻ യതീമക്കളെ ദഅവത്ത് ചെയ്യുന്നവനാണ് എന്ന് വരും. യതീമക്കളെ സൽക്കരിക്കുന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ദീനെ കളവാക്കുന്നവർ എന്ന് വരും. അപ്പൊ ആ ശബ്ദ വളരെ പ്രധാനപ്പെട്ടൊരു ശബ്ദ. അപ്പൊ യതീമക്കളെ വില കൽപ്പിക്കാത്തോലാണ് അവരെ ഭക്ഷണം തടയുന്നവരെ എന്ന് അർത്ഥം വരണമെങ്കിൽ അതിന്റെ ശബ്ദ പ്രധാനമാണ്. അപ്പൊ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. فذلك الذي يدعو اليتيم ولا يحض എന്ന് പറയുമ്പോ വദ്ദുഹാന്റെ ലോദില്ലേ, ഏതാ ലോദ്? വദ്ദുഹാന്റെ ലോദ് ഗൈറിൽ മഗ്ളൂബിയുടെയും വലദ്ദാലിന്റെയും ഒക്കെ ലോദ് എന്ന അക്ഷരം സ്വാദിന്റെ മേലെ പുള്ളിയിട്ട ലോദ്. അപ്പൊ ലോദ് പറയുമ്പോ എവിടെ നിന്ന് പറയണം? നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ തട്ടിയിട്ട് യഹുള്ളു. വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ. അലാ ത്വആം പറയുമ്പോ ത്വആം ഉണ്ടോ? ത്വ എന്ന് പറയുമ്പോ വായി നിറയെ വേണം ത്വആം കേട്ടാ. യഹുള്ളു അലാ ത്വആം ഉണ്ടോ? ഇസ്തിഅല നല്ലോണം വേണം. ولا يحض على طعام المسكين ويل للمصلين فويل للمصلين. നിസ്കരിക്കുന്നവർക്കാണ്
ഏറ്റവും കൂടുതൽ ചേറിയ വൈലെന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ കാര്യം നിസ്കരിക്കണമെന്നോ ബോധമല്ലാതെ അശ്രദ്ധയോടുകൂടെ നടക്കുന്ന ആൾക്കാർ, നിസ്കാരം ഖളാ ആക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിസ്കരിക്കാറുണ്ട് നിസ്കാരത്തിൽ എന്തോ അശ്രദ്ധയിൽ അങ്ങനെ നിസ്കരിക്കല്, അത്തരം ആൾക്കാർക്കാണ് എന്നാണല്ലോ പറയണത്. പഠിച്ചോനെ നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കരിക്കുന്ന കാര്യത്തിൽ നല്ല ബോധത്തോടുകൂടെ നിസ്കരിക്കാനും നിസ്കാരം ഖളാ ആക്കാതെ ജീവിതത്തിൽ ചിട്ടയായി കൊണ്ടു നടക്കാനും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ നല്ല ഖുശൂഅോടുകൂടെ ഭക്തിയോടുകൂടെ നിസ്കരിക്കാനും ഒക്കെ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കരിച്ച് നരകത്തേക്ക് പോകണ്ടല്ലോ. നിസ്കരിക്കണത് മുഴുവനും സ്വർഗം കിട്ടാനല്ലേ. അള്ളാഹു ആ കൂട്ടത്തിൽ നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാരും ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ അവിടെ എന്താ ഊതുക? ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم عن صلاة എന്ന് പറയുമ്പോൾ സ്വ എന്ന് വായി നിറയെ പറഞ്ഞ് ഇസ്തിഅല ആക്കുന്ന ഒരു കാരണം കൊണ്ട് ലാമും കൂടി ഇസ്തിഅല ആകാൻ പാടില്ല. സ്വലാന്നാകരുത്. അൻ സ്വലാത്തിഹിം എന്ന് പറയരുത്. അൻ സ്വലാത്തിഹിം സ്വാദ് ഇസ്തിഅല ആണെങ്കിലും ലാം ഇസ്തിഫാല്. ഇസ്തിഅലാവും ഇസ്തിഫാലും തമ്മിലുള്ള മാറ്റം, ഇസ്തിഅല എന്ന് പറഞ്ഞാൽ വായി നിറയെ പറയുന്ന അക്ഷരം എന്നാണ്. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ നാവ് താഴ്ത്തി വെച്ച് നേർമയിൽ പറയുന്ന അക്ഷരം. അപ്പൊ അങ്ങനെ രണ്ടായിട്ട് അക്ഷരം കണ്ട് അറബിയിൽ മൊത്തം രണ്ടക്ഷരം, അങ്ങനെ രണ്ട് ഗ്രൂപ്പാണ് ഇസ്തിഅലാവും ഇസ്തിഫാലും. നാവ് താഴ്ത്തി വെച്ച് പറയുന്ന അക്ഷരവും നാവ് ഉയർത്തി വെച്ച് പറയുന്ന അക്ഷരവും. സ്വാദ് അങ്ങനെ ഉയർത്തി വെച്ച് പറയുന്നതിൽപ്പെട്ടതാണ്. അതേ സമയത്ത് ലാമോ താഴ്ത്തി വെച്ച് പറയുന്ന അക്ഷരാണ് കേട്ടോ. الذين هم عن صلاتهم ساهون الذين هم يراءون. യുറാവൂൻ പറഞ്ഞാ പോരാ. യുറാ എന്ന് നമ്മൾ മദ് നീട്ടുന്നത് എങ്ങനെ? എന്തിന് ആ മദ്ദിട്ടും തന്നെ നീട്ടുന്നത് തന്നെ എന്തിനാണ്? ഉ എന്ന ഹംസ പറയാനാണ്. ശേഷം ഉ എന്ന ഹംസ വന്നത് കൊണ്ടാണ് യുറാ എന്നൊരു മുത്തസിലായ മദ് ഉണ്ടായത്. അപ്പോ ഹംസ വ്യക്തമാക്കി പറയണം. യുറാഊൻ യുറാഊൻ എന്ന് പറഞ്ഞാൽ പോരാ. യുറാഊൻ വയംനഊനൽ മാഊൻ. മനസ്സിലായല്ലോ? എന്നാ ഓതിക്കോളി. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഓതുമ്പം പറയാം. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين
فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون صدق الله العظيم. السلام عليكم ورحمة الله تعالى وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹ് ഹാജിക്കാക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആയിക്കോട്ടെ, അടുത്ത ആൾ ഓതിക്കോളി. എന്താ മൈക്കെടുക്കാത്ത കിട്ടാത്തത് കൊണ്ടാണോ? അടുത്ത ആള് മൈക്കെടുത്ത് ഓതിക്കോളി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون صدق الله العظيم. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് നീട്ടാൻ പറ്റൂല. അവിടെ സാഹൂൻ എന്ന സ്ഥലത്ത് സാ എന്ന അക്ഷരത്തിന്റെ മദ് അസ്വലിയായ മദ്ദാണ്. അസ്വലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ സാഹൂൻ എന്ന് പറ്റൂല. الذين هم عن صلاتهم ساهون عن صلاتهم ساهون الذين هم يراءون. അവിടെ നീട്ട, അവിടെ റാ എന്ന അക്ഷരത്തിനുള്ള മദ് ആ അസുലിയായ മദ്ദിന് ശേഷം ഉ എന്ന ഹംസ വന്നതുകൊണ്ട് അവിടെ 7 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധം. സാഹുവിന്റെ അവിടെ പറ്റില്ല. അല്ലാഹു നമുക്കും അവർക്കും എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. അടുത്ത ആളോതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون
الذين هم يراءون ويمنعون الماعون. صدق الله. السلام عليكم. യദുഉന്റെ ഐന് ശബ്ദ ലേശം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്ത ആൾ ഒതുകൂടി. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم. السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവിടെ ലാം ഒന്നുകൂടി നേർപ്പിക്കണം. ഫവൈലുൽ ലിൽ എന്നുള്ള ശൈലി ശബ്ദം കേൾക്കുന്നുണ്ട്. ഫവൈലുൽ ലിൽ എന്ന് പറയരുത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അങ്ങനെയാണ്. അപ്പോൾ ഫവൈലുൻ എന്ന ലാമും ലിൽ എന്ന ലാമും മുസല്ലീന്റെ ലാമും ഒക്കെ എന്തുണ്ടാക്കുക, നേർപ്പിക്കുക. പിന്നെ അല്ലദീനഹും അൻ സ്വലാത്തിഹിം എന്നിടത്ത് നൂന് ശേഷം സ്വാദാണ്. സ്വാദ് ഇഖ്ഫാന്റെ അക്ഷരാണല്ലോ. അപ്പൊ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവിടെ ഒന്ന് മണിക്കണം. അൻ സ്വലാത്തിഹിം. പിന്നെ അല്ലദീനഹും യുറാഊൻ, അവിടെ ഞാൻ നേരത്തെ ഒന്ന് ഊന്നി പറഞ്ഞിരുന്നു. എന്ത്? യുറാ എന്ന് നീട്ടുന്നത് ഉ എന്ന ഹംസ് പറയാനാണ്. കാരണം ഈ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലും പറയുന്നത് എവിടെ നിന്നാണ്? വായിന്നാണ്. ചില അക്ഷരങ്ങളാണ് ഹൽക്ക് എന്ന് പറയുന്നത്. അതിൽ ഹൽക്കിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് പറയുന്ന അക്ഷരമാണ് ഹംസ്. അപ്പൊ അത് ബാക്കിയുള്ള അക്ഷരങ്ങൾ പറയുന്നത് പോലെ പെട്ടെന്ന് പറയാൻ കിട്ടൂല. അപ്പൊ ആ ഹംസ് പറയാനുള്ളൊരു സാവകാശം, അത് മഹ്റജിൽ നിന്ന് തന്നെ പിഴക്കാതെ പറയാനുള്ളൊരു സാവകാശമാണ് ആ മദ്. മനസ്സിലായില്ലേ? അല്ലദീനഹും യുറാഊൻ, അങ്ങനെ തന്നെ ഹംസ എന്നായിട്ട് പറഞ്ഞു. യുറാഊൻ എന്ന് പോരാ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇനിയും ഈ രംഗത്ത് അള്ളാഹു വലിയ പുരോഗതി നൽകട്ടെ. ആമീൻ. അടുത്ത ആളോദിക്കണേ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام
العظيم. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ കുഞ്ഞൻ വളരെ ശ്രദ്ധിച്ച് നന്നാക്കി ഓതിയിട്ടുണ്ട്. അല്ലാഹു തആല കുഞ്ഞിന് നല്ല പുരോഗതിയും ബറക്കത്തും കൊടുത്ത് എല്ലാ രംഗത്തും അല്ലാഹു നല്ല റാഹത്ത് കൊടുക്കുമാറാവട്ടെ. നല്ല പഠിക്കുന്ന മിടുക്കുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു കുട്ടിയെ ഉൾപ്പെടുത്തട്ടെ. അടുത്ത ആൾ ഓതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നമ്മളുടെ സുന്നി സെന്ററിൽ 2-3 ഹാഫിളായ സ്ത്രീകളെ കൊണ്ടുവന്നു ഹിഫ്ദുൽ ഖുർആൻ ആരംഭിച്ചു. ആദ്യം ഫാത്തിഹയാണ് ആരംഭിച്ചത്. ആദ്യം ഇന്നലെ നല്ല വിജയമായിരുന്നു. ഇന്നലെ നമ്മൾ അത് ഖുർആൻ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 4 ദിവസം KMSയിൽ കയറുന്നു എന്നാൽ നിങ്ങൾക്ക് ഖുർആൻ കുറെയൊക്കെ പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജുമാ പള്ളിയിലുള്ള ഖത്തീബ് ഉസ്താദ് 100-100ഓളം വരുന്ന ക്ലാസ് നടത്തുന്ന ഉസ്താദാണ്. 2 ക്ലാസ് നടക്കും, ഒന്ന് സുന്നി സെന്ററിലും ഒന്ന് പള്ളിയിലും നടക്കുന്നുണ്ട്. ആ ഉസ്താദിനെ ഞാൻ ക്ഷണിച്ചു എത്തി. ഇങ്ങനെ KMSയിൽ ഇങ്ങനെ ഓത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തുടങ്ങണം എന്ന് എത്തിയിട്ട് ആദ്യ ഉസ്താദ് ഓതും, അതിന് ശേഷം ഈവുള്ളവൻ ഓതുന്നതായിരിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين. الحمد لله رب العالمين. വാസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറയരുത്.
സാഹൂൻ. കാരണം സാന്റെ മദ് അസ്വലിയാണല്ലോ, വേറെ ഒരു കാരണവുമില്ല അവിടെ കൂടുതലായി നീട്ടാൻ. الذين هم عن صلاتهم ساهون. പിന്നെ യുറാഊന നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് തന്നെയാണ്. الذين هم റാ തഫ്ഖീമായി പറയുമ്പോൾ അതിന് തഫ്ഖീം ആ അക്ഷരത്തിന്റെ ഉച്ചാരണത്തിൽ വേണം. യുറാ, അത് പിന്നെ പരന്നു പോകരുത്. യുറാഊൻ, ആ മദ്ദിന് ശേഷം ഹംസ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയണം. യുറാഉ. സാധാരണ നമ്മള് മുത്തസിൽ മുൻഫസിൽ എല്ലാം രണ്ട് മദ്ദുകളും അങ്ങനെ തന്നെയാണ്. മദ്ദം കഴിഞ്ഞാൽ ഉടനെ ഒരു ഹംസ് വരും. ആ ഹംസ് ക്ലിയർ ആയിട്ട് പറയണം. യാ അയ്യുഹല്ലദീന വസ്സമാഅ ബനൈനാഹാ. ഉണ്ടോ? يعلم خائنة الأعين وما تخفي الصدور. അപ്പൊ അവിടൊക്കെ മദ്ദക്ഷരത്തിന്റെ തൊട്ടു പിന്നാലെ ഹംസ് വന്നതുകൊണ്ടാണ് അവിടെ ആ മദ് വരുന്നത്. അപ്പൊ ആ ഹംസ് ക്ലിയർ ആയിട്ട് പറയണം. الذين هم يراءون ويمنعون الماعون. അല്ലാഹു ജമാൽ തൃക്കരിപ്പൂർ എന്ന ഐഡിയിൽ ഓതിയ ഹാജിക്കും ഉസ്താദിനൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ദീനീ ഖിദ്മകളിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്ത ആളോതി. കാരാട്ട് ഓതുന്നില്ല തോന്നുന്നുണ്ടല്ലേ? ഇനി ആരും ഓതുന്നില്ലല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ രാജ സയ്യിദായ റബ്ബേ, ഈ മജ്ലിസിൽ ഇത്രയും നേരം വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ടും അത് മനസ്സിലാക്കിയും പഠിച്ചും ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, അതിൽ പ്രായം ചെന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉസ്താദുമാരുണ്ട്, കുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഈ മജ്ലിസ് നാളെ ആഖിറത്തിൽ മീസാൻ എന്ന തുലാസിൽ ഖനം തൂങ്ങുന്ന അമലായി നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ശഅബാനാണ് മാസം, മഹത്വമേറിയ മാസമാണ്. അല്ലാഹുവേ, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഖുർആൻ ക്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ ഖൈറിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. ഷെറിനെ തൊട്ട് വിദൂരത്താക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നന്നാവണമെന്ന അതിയായ താല്പര്യമുണ്ട്. പിശാച് ഞങ്ങളെ ഷെറിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അല്ലാഹുവേ, ഖൈറിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ഹിമ്മത്ത് തരണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ രാജ സയ്യിദായ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ ചെയ്ത് അല്ലാഹുവേ നിന്നോടുള്ള ബാധ്യത പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യാമക്കൾ, കുടുംബാദികൾ, സ്നേഹജനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അല്ലാഹുവേ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും ഖൈറായ എല്ലാ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗങ്ങൾ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. നീ ശിഫയാക്കണേ അല്ലാഹ്. നീ ശിഫയാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലുള്ള പലരും രോഗികളുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ.
അള്ളാഹുവെ ഞങ്ങൾ തുടങ്ങി വെച്ച ദീനീ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവെ നീ പുരോഗതിയിലെത്തിക്കണേ. അള്ളാഹുവെ പല കാര്യങ്ങളും പൂർത്തിയായി കിട്ടാൻ അങ്ങേയറ്റം വിഷമത്തോടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുവെ ഖൈറായ മുഴുവൻ കാര്യങ്ങളും നീ സാധിപ്പിക്കണേ തമ്പുരാനെ. റഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഗർഭിണികളായ പല സഹോദരിമാരും ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുവെ പ്രസവം റാഹത്തിലാക്കണേ. പടച്ചവനെ വിഷമത്തിലാക്കല്ല തമ്പുരാനെ. റഹമുറാഹിമായ രാജസയ്യിദായ റബ്ബെ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുവെ ഉദ്ദേശിച്ചവർക്കെല്ലാം ഖൈറായ നിലക്ക് നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണേ. പടച്ചവനെ സാധുക്കളായ ഞങ്ങൾക്കും മതിയായ ആഗ്രഹമുണ്ട് ആ പുണ്യഭൂമികളിലൊക്കെ എത്താൻ. അള്ളാഹുവെ ഞങ്ങൾക്കും നീ അടുത്ത് തന്നെ സാധിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. റഹമുറാഹിമായ രാജസയ്യിദായ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല സഹോദരിമാരും വിവാഹപ്രായമെത്തിയവരുണ്ട്. അള്ളാഹുവെ വിവാഹം ശരിയാവാത്തവർക്ക് നീ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അത് ശരിയാവാത്തവർക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കണേ. അനുയോജ്യമായ ഇണകളെ എത്രയും പെട്ടെന്ന് അവരിലേക്ക് നീ അടുപ്പിക്കണേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് അടുപ്പിക്കണേ തമ്പുരാനെ. ആ സ്വഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് സർവ മഹാന്മാരെ ബറക്കത്ത് കൊണ്ടും അള്ളാഹുവെ നീ പൊരുത്തപ്പെട്ട സർവ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ടും പരിശുദ്ധമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ ഖുർആൻ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ വിവാഹം ശരിയാവാത്തവർക്ക് അനുയോജ്യമായ ഇണകൾ അവരിലേക്ക് അടുപ്പിക്കണേ. ഖൈറായ എല്ലാ വഴികളും തുറക്കണേ തമ്പുരാനെ. അള്ളാഹുവെ വിവാഹം നിശ്ചയിച്ചവർക്കും തീരുമാനിച്ചവർക്കുമൊക്കെ അതിന്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിൽ മംഗളമായി കഴിച്ചുകൂട്ടി കൊടുക്കണേ തമ്പുരാനെ. റഹമുറാഹിമായ രാജസയ്യിദായ റബ്ബേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. അവരുടെ വാർദ്ധക്യ സഹജമായ ദൗർബല്യം കാരണം അവരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുവര്യർ ഉസ്താദ്മാർ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ദീർഘകാലം ദീനീ ഖിദ്മത്തിലായി അവർക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് അവരുടെ തണലിൽ നീ ദീർഘകാലം ദീനീ പ്രവർത്തനങ്ങൾ നടത്താൻ നീ തൗഫീഖ് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും ഞങ്ങളുടെ സമ്പത്തില് സമ്പാദ്യങ്ങളില് വാഹനങ്ങളില് സ്ഥാപനങ്ങളില് ഞങ്ങളുടെ കാഴ്ചയില് കേൾവിയില് സംസാരത്തില് ഞങ്ങളുടെ ശരീരത്തില് ആരോഗ്യത്തില് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും സാഹിര്യങ്ങളുടെ സിഹറിനെ തൊട്ടും ളാലിമീങ്ങളുടെ ദുൽമിനെ തൊട്ടും ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ടും മാക്രിയങ്ങളുടെ മക്റിനെ തൊട്ടും സർവ ചതിയന്മാരെ ചതിയെ തൊട്ടും അള്ളാഹുവെ സർവ ഫിത്തിനക്കാരെ ഫിത്തിനയെ തൊട്ടും അള്ളാഹുവെ സർവ പിശാചിന്റെ ഷർനെ തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങളുടെ വീടിനെയും പറമ്പിനെയും പരിസരത്തെയും ഞങ്ങളുടെ ശരീരത്തെയും ഒക്കെ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ കുടുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും കെണികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ആ കെണികളിലൊക്കെ അവരെ തന്നെ വീഴ്ത്തണേ തമ്പുരാനെ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവെ ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ മഹ്ശറിലെ അദാബിനെ തൊട്ട് കാക്കണേ റബ്ബേ. മഹ്ശറിലെ ഹിസാബ് ഞങ്ങൾക്കൊക്കെ ലഘുവാക്കി തരണേ തമ്പുരാനെ. സ്വർഗാവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ മാതാപിതാക്കൾ ഉസ്താദന്മാർ കുടുംബാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം തന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഖബർ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ പൊന്നോമന മക്കളെ നന്നാക്കണേ റബ്ബേ. അവർക്ക് നീ നല്ല ഇൽമും ഹിക്മത്തും നൽകണേ തമ്പുരാനെ. ഉഹറവിയായ ആലിമീങ്ങളിലും മുത്താലിമീങ്ങളിലും പെടുത്തണേ തമ്പുരാനെ.
ഇന്ന് ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാം വെച്ച് എപ്പോഴെല്ലാം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച മുഅ്മിനീങ്ങളുണ്ടോ അല്ലാഹുവേ, അവരുടെ എല്ലാ മനസ്സിലുള്ള എല്ലാ ഖൈറായ മുറാദുകളും അവരുദ്ദേശിച്ചതിനേക്കാളേറെ റാഹത്തിലും സന്തോഷത്തിലും പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا وارحم من يرحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا